നടൻ മമ്മൂട്ടിക്കെതിരെ തുടങ്ങിയ സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന്റെ പുതിയ ഇരയായിരിക്കുന്നത് ഇപ്പോൾ നടൻ ഷൈൻ നിഗമാണ്. അതെ, നീ അവളെ ഇനി പ്രേമിച്ചില്ലെങ്കിൽ എനിക്ക് പണിയാവൂ. സിനിമാ വിശേഷങ്ങളെ കൂടാതെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ധൈര്യപൂർവ്വം തന്റെ നിലപാടുകൾ തുറന്നു പറയാറുള്ള ഷൈന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് സംഘപരിവാറിനെ ഇപ്പോൾ ഏറെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഫേൽ ഇസ്രായേൽ നടത്തുന്ന കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റഫേലിലേക്ക് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സെലിബ്രിറ്റി ക്യാമ്പയിനുകളിൽ പിന്തുണ പ്രഖ്യാപിച്ച് ഷൈനും പോസ്റ്റിട്ടിരുന്നു. ഇത്തരം പോസ്റ്റുകളിട്ടവർക്കെതിരെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് സൈബർ ആക്രമണം ഉയരുകയും ചെയ്തു. എന്നാൽ ലവ് ജിഹാദ് വർഗീയ പ്രചരണത്തിന് ശേഷം സിനിമാ മേഖലയെ കൂടി സംഘപരിവാർ വർഗീയവൽക്കരിക്കാൻ വേണ്ടി എല്ലാവർക്കും സുഡാപ്പി പട്ടം നൽകി നടത്തിവരുന്ന ഈ നീക്കം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഷൈൻ തന്റെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സംഘികളെ പ്രകോപിപ്പിച്ച് വെട്ടിലാക്കുകയായിരുന്നു. സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ഖഫിയ ധരിച്ചുള്ള ചിത്രമാണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. നടന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇതോടെ വൈറലായി. ഷൈൻ നിഗത്തിന്റെ പോസ്റ്റിന് പിന്തുണയുമായി അനവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പ് ഷൈൻ നൽകിയ അഭിമുഖത്തിലെ വാക്കുകളെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് വിവാദം സൃഷ്ടിച്ചിരുന്നു. നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത്. നടി മഹിമ നമ്പ്യാർ ഷൈൻ നിഗം ജോഡിക്കും മഹിമ നമ്പ്യാർ ഉണ്ണിമുകുന്ദൻ ജോഡിക്കും ആരാധകരുണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധികയാണെന്നും അഭിമുഖത്തിൽ അവതാരക പറഞ്ഞിരുന്നു. തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഷൈൻ താൻ മഹി ഊംഫിയുടെ ആളാണെന്നും പറഞ്ഞിരുന്നു. നടൻ ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ചുരുക്കപ്പേരായിരുന്നു ഊംഫി. ഇതാണ് ചിലർ വിവാദമാക്കിയത്. നടി മഹിമ നമ്പ്യാരും നടൻ ബാബുരാജ് അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇത് വിവാദമാക്കിയതോടെ തന്റെ വാക്കുകളിൽ വ്യക്തത വരുത്തി ഷൈൻ മുന്നോട്ട് വരികയും മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് എന്റെ വാക്കുകൾ അവസരമായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് വിശദീകരണം നൽകുന്നതെന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ്. മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ താൻ പറഞ്ഞതിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. പിന്നീട് അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവയ്ക്കുന്നത്. ഇത്തരം വെറുപ്പ് പ്രചാരകരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളണം. ഇത് ഷൈൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് എന്നിങ്ങനെയായിരുന്നു ഷൈൻ നിഗത്തിന്റെ വാക്കുകൾ.